നമസ്കാരം. റീൽസ് താരം ജുനൈദിന്റെ മരണത്തിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ ദുരൂഹത ഏറെയാണ്. വിവാദമായ ഒരു കേസിൽ അറസ്റ്റിലായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ജാമ്യത്തിന്റെ ഭാഗമായി ഒപ്പിട്ട് മടങ്ങും വഴിയാണ് മരണം. എന്നിട്ടും ആ മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് പോലീസ് വ്യക്തമാക്കുകയാണ്. മദ്യപാനമാണ് അപകട കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. ജുനൈദിന്റെ രക്തത്തിൽ മദ്യത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിശദമായ പരിശോധനയ്ക്കായി രക്തസാമ്പിൾ അയച്ചിട്ടുണ്ട്. വഴിക്കടവ് സ്വദേശിയായ ജുനൈദ് ഇന്നലെയാണ് വാഹനാപകടത്തിൽ മരിച്ചത്. ജുനൈദ് അലക്ഷ്യമായി വാഹനം ഓടിക്കുന്നതായി പരാതി ലഭിച്ചിരുന്നു. അപകടത്തിന് തൊട്ടു മുമ്പാണ് കൺട്രോൾ റൂമിൽ ഈ വിവരം ലഭിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു ഫോൺ വന്നതെന്ന് പോലും ആർക്കും അറിയില്ല. CCTV പരിശോധന നടത്തിയെന്ന് പോലീസ് പറയുന്നു. എന്നാൽ അപകട സ്ഥലത്ത് എന്താണ് സംഭവിച്ചത് എന്നതിന് CCTV തെളിവുകൾ ഇല്ലെന്നാണ് സൂചന. എന്നിട്ടും അന്വേഷണത്തിലേക്ക് പോലും കടക്കാതെ ജുനൈദിന്റെ മരണം സ്വാഭാവികമാക്കി മാറ്റാനുള്ള തിരക്ക് പോലീസും കാണിക്കുന്നു. ആരും പരാതിയുമായി എത്തില്ലെന്നതും ഇതിന് കാരണമാണ്. റോഡരികിൽ രക്തം വാർന്നു കിടക്കുന്ന ജുനൈദിനെ ആദ്യം കാണുന്നത് ബസ് തൊഴിലാളികളാണ്. തലയുടെ പിൻഭാഗത്താണ് ഗുരുതരമായി പരിക്കേറ്റത്. ഉടൻ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ജുനൈദ് അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നുവെന്ന് പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഒരാൾ വിളിച്ചറിയിച്ചിരുന്നു. വൈകിട്ട് 5:30 അപകടമുണ്ടായത് എന്നാണ് നിഗമനം. മഞ്ചേരിയിൽ നിന്ന് വഴിക്കടവ് ഭാഗത്തേക്ക് വരുമ്പോഴായിരുന്നു ജുനൈദിന് അപകടം പറ്റിയത്. മഞ്ചേരി തൃക്കലങ്ങോട് മരത്താണി വളവിൽ റോഡരികിലെ മൺകൂനയിൽ തട്ടി ബൈക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായതെന്നാണ് നിഗമനം. പക്ഷേ ആരെങ്കിലും വണ്ടി തട്ടി തെറിപ്പിക്കാനും സാധ്യതയുണ്ട്. അതാണ് പോലീസ് അന്വേഷിക്കാതെ വിടാനൊരുങ്ങുന്നത്. മദ്യപിച്ചാലും മറ്റൊരാൾ ജുനൈദിനെ അപകടത്തിൽപ്പെടുത്താനുള്ള സാധ്യത ഏറെയാണ്. സാമൂഹിക മാധ്യമം വഴി പരിചയപ്പെട്ട യുവതിയെ പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കേസിൽ മാർച്ച് 1 ജുനൈദിനെ മലപ്പുറം പോലീസ് ബംഗളൂരു വിമാനത്താവള പരിസരത്തു നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. ഒരാഴ്ച മുമ്പാണ് ജാമ്യം ലഭിച്ചത്. അപകടം നടന്ന മഞ്ചേരി കാരക്കുന്ന് മരത്താണി വളവ് സ്ഥിരം അപകട മേഖലയാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കേസിന്റെ ഭാഗമായി മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ ഒപ്പിട്ട് വഴിക്കടവിലെ വീട്ടിലേക്ക് വരുന്നതിനിടയിലാണ് അപകടം നടന്നത്. അതായത് ഇതുവഴി ജുനൈദ് വരുമെന്ന് ശത്രുക്കൾക്ക് അറിയാമായിരുന്നു. ഇതാണ് ദുരൂഹത കൂട്ടുന്നത്. പക്ഷേ രക്തത്തിൽ മദ്യത്തിന്റെ അംശമുള്ളതുകൊണ്ട് എല്ലാ സാധ്യതയും പോലീസ് തള്ളും. അതിനിടെ വ്ളോഗർ ജുനൈദ് വാഹനാപകടത്തിൽ മരണപ്പെട്ട സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് സംവിധായകൻ സനൽകുമാർ ശശിധരനും ആരോപിച്ചിട്ടുണ്ട്. ഒരു പീഡന പരാതിയിൽ അറസ്റ്റിലായതിനു ശേഷം വ്ളോഗർ ജുനൈദ് അപകടത്തിൽ മരിച്ചു എന്ന വാർത്തയാണ് കണ്ടത്. നിരപരാധിയാണോ അല്ലയോ എന്ന് ഇനി തെളിയിക്കാൻ കഴിയില്ല. മരിച്ചതാണോ കൊന്നു തള്ളിയതാണോ എന്നും അറിയില്ല എന്നാണ് തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച കുറിപ്പിൽ സനൽകുമാർ പറയുന്നത്.